കപ്പ ഉണ്ടാക്കുമ്പോൾ ഇതുകൂടി ഒന്ന് ചേർത്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു ചട്ടിയിലാണ് കേട്ടോ ഞാൻ കപ്പ വേവിക്കാനേ വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ കപ്പ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പ ഒന്ന് വെന്ത് വന്ന സമയം കൊണ്ട് കപ്പയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ 2-3 സാധനങ്ങൾ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായി ഒരു പാനിലേക്ക് അരക്കപ്പ് തേങ്ങ, 10 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാനിലേക്ക് തേങ്ങയിട്ട് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നല്ല ഫ്രൈ ആയി വരുന്നത്. തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 4 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കപ്പ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടല്ല കേട്ടോ വേവിച്ചത്, അതുകൊണ്ട് പാകത്തിലുള്ള ഉപ്പ് അരപ്പും കൂടി ചേർത്തൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അരപ്പൊക്കെ മിക്സ് ആക്കിയ കപ്പയിലേക്ക് നമ്മുടെ ഈ സ്പെഷ്യൽ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ ഒരു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമന്റ് അറിയിക്കണേ. ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.